ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ കാലാണ്. ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾ സൈറ്റ് 123 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ മൊബൈൽ ചെയ്യുന്ന ആൾക്കാർ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ചെറിയൊരു വ്യത്യാസം ഉണ്ട് തന്നെ അതിൽ ഹോം സ്ക്രീന് വേറെ രൂപത്തിലാണ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിന് അത് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റിനായിരിക്കും സൈറ്റ് 123 സെർച്ച് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വരും. മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ വരിക, ഓൺലൈൻ സ്റ്റോർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് കാറ്റഗറി ജസ്റ്റ് അത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം കൊടുക്കുക. നിങ്ങളുടെ നെയിമല്ല, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഓൺലൈൻ സ്റ്റോറിൻ്റെ നെയിം കൊടുക്കുക. ആ നെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജെമിനി ആപ്പ് യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ നെയിംലിക്സ് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്, പോയാൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഹോം സ്ക്രീനിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ മെനിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേര്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾ ഏത് പേര് കൊടുത്തു വെച്ചാൽ മേലെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ഡിസൈൻസും കലക്കം നിങ്ങൾക്ക് ഇതിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫുള്ളൊരു ചെറിയൊരു ഡെമോ രൂപത്തിലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് നല്ല പ്രൊഫഷണലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ സാധനം മാറ്റാം, അതുപോലെ തന്നെ നിങ്ങൾ പേര് മാറ്റാം, പേരിൻ്റെ അടുത്ത് ലോഗോ മാറ്റാം. അതുപോലെ തന്നെ മൊത്തം ഫ്രീ ആയിട്ടാണ് നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. ഒക്കെ ഇങ്ങനെ ഓരോന്നും ട്രൈ ചെയ്യാം. ഏകദേശം 10-15 മിനിറ്റ്, 5-6 മിനിറ്റ് മതി നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി എടുക്കാനും. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റും കാലൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഒക്കെ നേരത്തിൽ ചെയ്യാം. ഫുൾ വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാതെ മനസ്സിലാക്കി വീഡിയോ കാണാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വരുന്ന പേജാണ് ഈ സാധനം, ഈ ഹോം സ്ക്രീൻ. അപ്പോൾ ഈ ഹോം പേജ് നിങ്ങൾക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഓരോ ടെംപ്ലേറ്റ് ഉണ്ട്. ജസ്റ്റ് നോക്കി വെക്കുക നിങ്ങൾക്ക് ഏതാ വേണ്ടത്. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ അത്യാവശ്യം നല്ലതും ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ബോറായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് എന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് താല്പര്യത്തിൽ വെക്കുക. ഇപ്പോൾ ഒറ്റ ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നേരത്തിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് പിന്നെ നമുക്ക് കിട്ടും, അതുകൊണ്ട് പേടിക്കാനില്ല. എന്നാലും നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് നല്ല പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു ഐഡിയ അനുസരിച്ച് നേരെ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഞാനിതാ വെക്കുന്നത്. ഇതാകുമ്പോൾ ജസ്റ്റ് ചെറിയൊരു എഴുത്തിൽ കാണണം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വേറെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലോഗോ ആയത് നിങ്ങൾക്ക് എന്തുവാണെങ്കിലും വേറെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് വെച്ചിക്കാൻ തന്നെയായാലും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വൈറ്റ് ബോർഡാണ് കാണുന്നത്, നമ്മളത് ജസ്റ്റ് അത് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റ് മാറ്റിയെടുക്കാം, ഫോൺസ് മാറ്റാൻ പറ്റുമോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ അവിടെ മേലുള്ള ബാനറിൻ്റെ സംഭവം കളർ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മൊത്തം ഫ്രീ ആയിട്ട് വെറുതെ വരും. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് നിങ്ങൾ ആഡ് ന്യൂ പ്രോഡക്റ്റ് കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ എന്താ കൊടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു എങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടതെന്ന്, ക്യാപ്ഷൻസ്, അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. മീഷോയിൽ നിന്ന് കറക്റ്റ് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇപ്പോൾ വെറുതെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഗേൾ ടീഷർട്ട് ജസ്റ്റ് ഒന്ന് ആമസോണിൽ നിന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് അത് നേരെ ഇതിൽ വെക്കാം. ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാണ്. നിങ്ങളുടെ അടുത്തുള്ള പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ സെയിൽ ചെയ്യുക അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നേരെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാക്കിയിട്ട് ഇതേമാതിരി വൈറ്റ് ആക്കാം. ജെമിനി ആപ്പ് അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വൈറ്റ് ആക്കാം, അല്ലെങ്കിൽ വേറെ ഉള്ളത് കളറാക്കാം. ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ അതിൽ കാണുമ്പോൾ രസം ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ AI വെച്ചിട്ട് തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ പിൻട്രസ്റ്റ് എന്നൊക്കെ വീഡിയോസ് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആഡ് റൺ ചെയ്യുക, മാക്സിമം ആഡ് റൺ ചെയ്യാൻ നോക്കുക. ഫോട്ടോ ആയാലും ആഡ് റൺ ചെയ്താൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം 2-3 ദിവസം ആഡ് റൺ ചെയ്താൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടും, ഉറപ്പാണ്. ഞാൻ ട്രൈ ചെയ്തതാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ട്രൈ ചെയ്തതാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ആഡ് റൺ ചെയ്തിട്ടാണ് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ആഡൊക്കെ റൺ ചെയ്തിട്ട് നോക്കി വെക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയാൽ റീച്ചും കാലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആഡ് റൺ ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റീൽസായിട്ട് ആഡ് റൺ ചെയ്യുക. ഇപ്പോൾ സ്റ്റോറി വഴി ചെയ്യേണ്ട, പോസ്റ്റ് ഇടുന്നിട്ട് അത് ആഡ് ആക്കിയാലും മതി, അല്ലെങ്കിൽ റീലിടുക, അത് ആഡ് ആക്കുക. ഒരിക്കലും സ്റ്റോറി ഇടണ്ട, സ്റ്റോറി ഇട്ട് അത്ര വലിയത് പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൽ മാക്സിമം എല്ലാവരും നേരെ നോക്കി വെക്കുക. ഞാൻ വേറെയും സംസാരിക്കുന്ന കാരണം നിങ്ങൾക്ക് ഇതിൽ ഒക്കെ നേരെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മൾ സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഇവിടെ പേര് ഇതൊക്കെ മാറ്റാം. നമുക്ക് ഇതിലുള്ള എല്ലാ സാധനവും എഡിറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് നമ്മളെ മെയിനിൽ എന്തൊക്കെ വരുന്നത് അതൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനത്തെ ഒരു വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ ഇത് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അധികം ആൾക്കാർക്കും അറിയില്ല. അധികം ആൾക്കാർ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ക്യാഷ് കൊടുത്തിട്ടൊക്കെയാണ്, മന്ത്ലി 500, 200, 300 കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലിങ്ങനെ ഓർഡറുകൾ വരുമ്പോൾ നിങ്ങൾ ഇമെയിൽ
ഇമെയിലേക്കായിരിക്കും. ഏത് ഇമെയിൽ വഴിയാണ് ലോഗിൻ ചെയ്ത് ആ ഇമെയിലേക്ക് മെസ്സേജ് വരുമ്പോൾ അവരുടെ അഡ്രസ്സ് കോപ്പി ചെയ്യുക, നമ്മൾ മീഷോ ആപ്പിൽ പോയിട്ട് റീസെല്ല് കൊടുക്കുക, അവരുടെ അഡ്രസ്സിലേക്ക് നേരെ പ്രോഡക്റ്റ് എത്തും. അപ്പോൾ ക്യാഷ് എങ്ങനെ കിട്ടും ചോദിച്ചു. ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ മീഷോക്കാർ അവരെ ക്യാഷ് എടുത്തിട്ട് ബാക്കിയുള്ള ക്യാഷ് നമുക്ക് തരും. ഇപ്പോൾ നമ്മൾ 300 രൂപേൻ്റെ സാധനം 500 രൂപ വെച്ചാൽ റീസെല്ലിങ് കൊടുക്കുമ്പോൾ 500 രൂപ ടൈപ്പ് ചെയ്യാൻ പറയും. നമ്മളെ എമൗണ്ട് ടൈപ്പ് ചെയ്യാൻ പറയും. നമ്മൾ 500 എടുക്കുക, ഓരോ 300 പോലെ എടുത്തിട്ട് ബാക്കി 200 നമുക്ക് ഗൂഗിൾ പേ വഴി തരും. അപ്പോൾ കസ്റ്റമേഴ്സിന് ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ വിശ്വാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഓൺലൈൻ വഴി ആണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ എന്തായാലും അവർ ഡെലിവറി അഡ്രസ്സ് കൊടുക്കുമ്പോൾ അവരുടെ നമ്പർ കിട്ടും. ആ നമ്പർ നേരെ നിങ്ങൾ വാട്സാപ്പിൽ പോയിട്ട് കോൺടാക്ട് ചെയ്യാം. ഇന്ന് സാധനം ഓർഡർ ചെയ്തിൽ അപ്പോൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി ചെയ്യണമെന്നും അങ്ങനെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കണ്ടോ ആഡ് ടു പ്രോഡക്റ്റ് എന്നുണ്ടാവും. ജസ്റ്റ് അവർ കൊടുക്കുമ്പോൾ പ്ലേസ് ചെയ്യാൻ ഓർഡർ കൊടുക്കും. എന്നിട്ട് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും നെയിമും ഒക്കെ കൊടുത്തിട്ട് അയാൾ പേയ്മെൻറ്റ് ഡെലിവറി ഓപ്ഷൻ എല്ലാ സംഭവം ഉണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്ത് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.